വളരണം, പണിയെടുക്കണം. ഇതെല്ലാം പരസ്പരം കണക്റ്റഡാണ്. അപ്പോൾ നമ്മൾ അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് നിറയെ കനിഞ്ഞു കിട്ടാൻ പ്രപഞ്ചത്തിന് എന്നിലേക്ക് ചൊരിഞ്ഞോളൂ എന്നൊരു സന്ദേശം എപ്പോഴും കൊടുത്തുകൊണ്ടാണെങ്കിൽ, എന്തിനാണ് എന്നിലേക്ക് തരേണ്ടത്? പ്രപഞ്ചത്തിന് നേരിട്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളെയും എന്നിലൂടെ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് തന്നോളൂ, ഞാൻ സന്തോഷപൂർവ്വം അത് നിർവഹിക്കാമെന്ന് നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഐശ്വര്യം വരും. ഐശ്വര്യം വന്ന് ചുറ്റുവട്ടത്തേക്കും ആ ഐശ്വര്യം പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവും. ഞാൻ നിങ്ങളൊരു പുസ്തകം റെഫർ ചെയ്യാൻ പറഞ്ഞവർക്കുണ്ടാവും. ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ? നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും? അത് തീരുമാനിക്കുന്ന ഒറ്റ കാര്യമാണ്. ആരുടെയൊക്കെ കണ്ണിൻ്റെ കൃഷ്ണമണിക്കപ്പുറം നിങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ടോ അവരൊക്കെയാണ് കരയുക. അവരുടെയൊക്കെ കണ്ണിലാണ് ഒരു തുള്ളി കണ്ണീറിറ്റ് വീഴുക. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഇൻഫ്ലുവൻഷ്യൽ സർക്കിൾ, നിങ്ങളുടെ നാളിതുവരെയുള്ള പ്രവൃത്തി കൊണ്ട് നിങ്ങൾ എത്ര പേരുടെ ജീവിതത്തിലേക്ക് ഈ വെളിച്ചം കൊടുത്തിട്ടുണ്ടോ അതിനപ്പുറത്തേക്ക് ആ വെളിച്ചം കൊടുക്കാൻ നിങ്ങൾ കൂടുതൽ സമ്പാദിക്കൂ. കൂടുതൽ പാപ്പരാവാനല്ല നോക്കേണ്ടത്, കൂടുതൽ സമ്പാദിക്കൂ. കൂടുതൽ സമ്പാദിച്ച് ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവന്ന് നിങ്ങൾ കൂടുതൽ പേരുടെ ജീവിതത്തിലേക്ക് നന്മ കൊടുത്ത് സന്തോഷമുള്ളതാക്കൂ ജീവിതം, ആസ്വാദ്യകരമാക്കൂ ജീവിതം. ഒപ്പം സ്വാധീന സമ്പത്ത് വർദ്ധിപ്പിക്കൂ. കുറേ ആളുകളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കൂ. നിങ്ങളുടെ പേര് അന്വർത്ഥമാവട്ടെ, അനശ്വരമാവട്ടെ. താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനൽ എല്ലാവരിലേക്കും എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കണം. നന്ദി, നമസ്കാരം.